ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പിസ്സ ലോലിപോപ്പാണ്. വളരെ സിമ്പിളായി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 4 സ്ലൈസ് ബ്രെഡാണ്. ആദ്യം തന്നെ നമുക്ക് ബ്രെഡിൻ്റെ ആ സൈഡ് ഭാഗങ്ങളൊന്ന് മുറിച്ച് മാറ്റാം. ഈ മുറിച്ച് മാറ്റിയ ഭാഗങ്ങൾ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം. ഓക്കെ, അതിന് നമ്മൾ ഈ ബ്രെഡിൻ്റെ സ്ലൈസസിനെ ഓരോന്നായിട്ട് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ഇത്തിരി പ്രഷർ കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് നേരിയതായിട്ട് പരത്തിയെടുക്കാം. കാരണം നമുക്കിതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. ആ സമയത്ത് പൊട്ടിപ്പോകാൻ പാടില്ല. അതുപോലെ ആ തിന്നായിട്ടുള്ള ലേയേഴ്സായിട്ട് നമുക്ക് കിട്ടുകയും വേണം. അതുകൊണ്ട് ഇത്തിരി നേരിയതായിട്ട് തന്നെ ഇത്തിരി പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ പരത്തിയെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ സ്ലൈസസും പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സ്ലൈസും ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു സ്ലൈസ് എടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യമുള്ള സോസ് ചേർക്കാം. ഞാനിവിടെ സിറാച്ചയാണ് യൂസ് ചെയ്തേക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ പിസ്സ സോസോ ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് അതിനൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നെക്സ്റ്റ് സ്ലൈസ് ബ്രെഡ് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സ്ലൈസ് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ വേണ്ട പിസ്സ ടോപ്പിംഗ് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെഡാർ ചീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് മൊസറല്ല എടുത്തിട്ടുണ്ട്, കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ വളരെ പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് എന്ത് ചെയ്യാം, മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ മുകളിലോട്ട് നിരത്തി കൊടുക്കാം. ടോപ്പിംഗ് നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് അത് വീണു പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ഗാർലിക് സീസണിങ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരിഗാനോ ചേർക്കുന്നുണ്ട്. ഒരിഗാനോ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പിസ്സയ്ക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പിസ്സയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചേർത്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്കിതിനൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ സ്വിസ് റോളൊക്കെ റോൾ ചെയ്യുന്നത് പോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കിതിനൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം കൂടെ സെക്യൂർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ വളരെ ടൈറ്റ്ലി ചെയ്യാം. അല്ലാത്ത പക്ഷേ നമ്മൾ മുറിക്കുന്ന സമയത്ത് അതിൻ്റെ ലേസ് വരാതെ അത് തുറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ടൈറ്റിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്കിതൊരു അരമണിക്കൂർ ഇതിനെ ഫ്രീസറിൽ വെക്കാം. അപ്പോഴാണ് നമ്മൾ മുറിക്കുന്ന സമയത്ത് നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് തുറന്നു പോകും. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ ഫ്രീസറിലോട്ട് വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം സൈഡ് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബ്രെഡ് റോൾ പുറത്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് വേണ്ട ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്യാം. ഒരു 5 or 6 ഒരു പീസസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു 6 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തവയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അവനിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൽ ചെയ്യേണ്ടത് നമ്മൾ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോഴാണ് നമ്മുടെ ലോലിപോപ്പിൻ്റെ ആ ഒരു ഷേപ്പ് വരിക. ഓക്കെ, ഈ ഒരു സ്റ്റേജിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു തവയിൽ വെച്ച് നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട്, അല്ലെങ്കിൽ മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടർ നമുക്ക് ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അവനിൽ വെച്ച് ബേക്ക് ചെയ്യാം. ഞാനിന്ന് ബേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഓൾറെഡി അവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലൂടെ ഒരു 10 മിനിറ്റ് ഇതിനെ ബേക്ക് ചെയ്യാം. അപ്പം പുറം ഭാഗം ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല ചീസി ആയിട്ടുള്ള നമ്മുടെ പിസ്സ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.